മാധവേട്ടൻ എവിടെ പോയെന്നറിയോ? അറിയില്ല. അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സുഖമില്ലാത്ത ആളാ. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ പുറത്തോട്ട് പോയിരിക്കുക. എന്റെ ഗുരുവായൂരപ്പ, ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണെന്ന് അവന്റെ വിചാരം. ഇങ്ങനെ ഓരോ പിടിവാശി തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛമ്മ വിഷമിക്കണ്ട. അച്ഛൻ ദൂരെ എങ്ങും പോയില്ല. മുറിയിലിരുന്ന് ബോറടിച്ചപ്പോ പുറത്തോട്ട് എങ്ങനെ ഇറങ്ങിയതായിരിക്കും. എന്നാലും ഒന്നും പറയായിരുന്നില്ലേ? മനുഷ്യൻ ഇങ്ങനെ തീ തീറ്റിക്കണോ? അച്ഛനെത്തി. അച്ഛനിത് എവിടെ പോയതാ? വീട്ടുവാടകയും വെള്ളക്കരവും കറണ്ട് ചാർജും ഒക്കെ അടയ്ക്കാൻ പോയതാ. ഒന്നും കുടിശ്ശിക ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയാലോ. തൽക്കാലം ആരെയും കിട്ടാത്തതുകൊണ്ടാ ഞാൻ തന്നെ പോയത്. അച്ഛൻ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ പണം എന്റെ കയ്യിൽ തന്നിട്ട് കാര്യം പറഞ്ഞാ പോരെ? ഈ അവസ്ഥയിൽ അച്ഛനോട് പണം ചോദിക്കാൻ പ്രകാശേട്ടൻ എങ്ങനെ മനസ്സ് വരുന്നു? പണം ചോദിക്കാതെ പിന്നെ? വന്ദനെ പിണക്കുന്നത് ബുദ്ധിയല്ല. തൽക്കാലം ഇതൊരു ഇഷ്യൂ ആക്കണ്ട. വന്ദനെ, അടുത്ത പ്രാവശ്യം മുതൽ എല്ലാ ബില്ലുകളും എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പണം എടുത്ത് അടച്ചോളാം. അച്ഛനെ ഒരു തരത്തിലും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അമ്മ ബില്ലടയ്ക്കുന്ന കാര്യം തക്ക സമയത്ത് എന്നെ ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി. ശരി മോനെ. ഇപ്പൊ പ്രകാശിന് ഉത്തരവാദിത്തമൊക്കെ വന്നു തുടങ്ങിയില്ലേ? പ്രകാശിന്റെ വാക്കും പഴയ ചാക്കും ഒക്കെ ഒരുപോലെയാ. ഇപ്പൊ ഭംഗിവാക്ക് പറഞ്ഞെങ്കിലും സമയമാവുമ്പോ അവ ഒഴിഞ്ഞു മാറിക്കളയും. അങ്ങനെയൊന്നുമല്ല. ഇന്ന് ദിയമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോയത് ആരാ? പ്രകാശ. ഈ പറയുന്നത് ശരിയാണോടി? ശരിയാ. ഞാൻ പ്രകാശേട്ടനോടൊന്നും പറഞ്ഞൊന്നുമില്ല. തന്നെ തന്നെ ചെയ്തതാ. ശരിയായിരിക്കാം. ഈ മനംമാറ്റത്തിന് പിന്നിൽ അവനെന്തോ കാര്യലാഭമുണ്ട്. ഈ പ്രകാശന്റെ ഭാവവും പടുതിയൊക്കെ കാണുമ്പോ അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. അതാ ഞാനും പറഞ്ഞത്. ഇതാ കുഴപ്പം. എന്റെ മോനൊന്ന് നന്നാവാൻ തീരുമാനിച്ചാലും ആരും അവനെ അംഗീകരിക്കില്ല. വന്ദനെ, നിനക്കിപ്പോ പ്രകാശിനെ കുറിച്ച് എന്താ തോന്നുന്നേ? മൊത്തത്തിൽ അവനൊന്നും മാറിയില്ലേ? വർഷ വെക്കുന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ടാ. വർഷയുടെ കയ്യിൽ നിന്നും അവൾ അറിയാതെ എടുത്തു മാറ്റിയ പാക്കറ്റ്. ഈ രണ്ട് തെളിവുകളും വെച്ച് വിക്രമിനെ തളയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ബുദ്ധിമോശമാണ്. ഒരാളിന്റെ സഹായം കൂടി വേണം. വിശ്വസ്തനായ ഒരാളെ തന്നെ ഒപ്പം കൂട്ടണം. അങ്ങനെ ആരാ ഉള്ളത്? ശ്യാം. വിക്രം ഒരു ഫ്രോഡാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വർഷയെ വിക്രമിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവനാണ്. അവന്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും.
ഒന്നുമില്ല മോളെ. എനിക്കറിയാം വർഷാന്റിനെ കുറിച്ചെല്ലാം ആലോചിക്കുന്നേ. അത് മോൾക്ക് എങ്ങനെ അറിയാം? വർഷാന്റി കിടന്നുറങ്ങുന്ന സ്ഥലത്തല്ലേ ഞാനിപ്പൊ കിടക്കുന്നേ. ആ സ്ഥലം കാണുമ്പോ വന്ദനമ്മ വർഷാന്റിനെ ഓർത്തു പോകുന്നതാ. വർഷാന്റി കമ്പനിയുടെ MD ആയോ? ഇല്ല മോളെ. MD ആവുമ്പോ നമുക്ക് പോയി കാണണം. എന്തു പറ്റു വന്ദനമ്മേ? എന്തോ ഒരു വിഷമം. എനിക്കൊരു കഥ പറഞ്ഞേരോ? അപ്പൊ വന്ദനമ്മയുടെ വിഷമൊക്കെ മാറും. കഥയൊന്നും പറയാൻ ഇപ്പൊ വയ്യ മോളെ. വന്ദനമ്മയ്ക്ക് നല്ല തലവേദനയാ. മോൾ ഓർമ്മിക്കോ മോളെ? പിണങ്ങിപ്പോയതായിരിക്കോ പാവം. വന്ദനമ്മ കിടക്ക്. തലവേദന ആണെന്നല്ലേ പറഞ്ഞേ. എന്തായാലും ഞാൻ ഈ മരുന്ന് വരട്ടി തരാം. വന്ദനമ്മ കിടക്ക്. കിടക്ക് വന്ദനമ്മേ. ശോ. ഇന്നതിയും മോളമ്മ വന്ദനമ്മേന്റെ കുട്ടിയും. ഞാനൊരു കഥ പറഞ്ഞു തരാം. അത് കേട്ട് കേട്ട് എന്റെ മോൾ അറിയണം കേട്ടോ? ശരി ദിയാമ്മേ. പണ്ടൊരു കാട്ടാളനുണ്ടായിരുന്നു. ആ കാട്ടാളന് നാമം ജപിക്കാൻ അറിയില്ലായിരുന്നു. ഓ. വന്ദനമോൾ ഉറങ്ങിപ്പോയോ? പാവം. തലവേണയും പോയി ഉറക്കം വന്നു. ഇനി ഞാനും കിടക്കാം. ഉറങ്ങിയില്ലേ അമ്പടി കള്ളി?
മനോജിന്റെ സ്കൂട്ടറിന്റെ ശബ്ദമല്ലേ കേട്ടത്? മനോജ് വന്നു കാണും. എത്ര വിലവില്ലെങ്കിൽ നീ എന്നെ ഇവിടെ എത്തിച്ചു. ഉമ്മ. അയ്യോ മനോജ് നീ ഉറങ്ങിയില്ലേ ഹൈദരാമോളെ? കഴുതയല്ല, അരുതയാ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നീ കുടിച്ചിട്ടുണ്ടോ? സ്വൽപ്പം, ഒരു പെഗ്, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളല്ലേ മോളെ. കിടന്നാ ഉറക്കില്ലെന്ന്. ഉറങ്ങാനൊരു ചെറിയ മരുന്ന്, അത്രേ ഉള്ളൂ. മനോജ് നിന്നുണ്ടല്ലോ. എന്താ അച്ഛൻ എന്നെ ചെറുമോനോട് ചോദിക്കേ. എന്താടാ? എടാ എന്താന്ന്? ചന്ദ്രികേ, ചന്ദ്രികേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. നിന്റെ ഇളയ മോൻ വന്നു. പത്ത് പൈസ കയ്യിലോട്ട് വന്നതേ ഉള്ളൂ, അതിനു മുമ്പേ അവൻ ദൂർത്തടിച്ചു തുടങ്ങി. വൃത്തിയായിട്ടവൻ. ഈ മദ്യപാനം അവന് തൊലയ്ക്കും. ഇന്നലെ വരെ കാശില്ലാത്തതിന്റെ കുറവുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് കിട്ടിയപ്പോഴും ഓന്. എന്താ എന്താ അമ്മേ? ഈ നിൽക്കുന്നതാരാന്ന് നോക്കിയ. ഹായ് അമ്മേ. മൂലക്കെങ്ങനെ പോയിരുന്നോണം. എന്റെ ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്തെല്ലാം കണ്ടാലേ ഈ ജന്മം ഒന്ന് ഒടുങ്ങുക. 10 ചക്രം കയ്യിലോട്ട് കിട്ടിയില്ല. അതിനു മുമ്പ് വെള്ളമടി തുടങ്ങിയോടാ മഹാഭാവി. അച്ഛമ്മ, ഈ ബിസിനസിന്റെ കാര്യമാകുമ്പോ അല്പം മദ്യപിച്ചെന്നൊക്കെ വരൂ. നിന്റെ അച്ഛൻ മുണ്ട് മുറുക്കി കെട്ടി ഉണ്ടാക്കിയ പണവ ഞാനെടുത്ത് നിന്റെ കൈ തന്നത്. അതെല്ലാം മറന്ന് കുടിച്ച് കൂത്താടി നടന്ന നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. അമ്മേ, അമ്മയ്ക്ക് ഈ ബിസിനസിനെ പറ്റി ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല. വലിയ വലിയ കോടീശ്വരന്മാരായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോ 1-2 പേക്കൊക്കെ കഴിക്കണം. ഇല്ലെങ്കിൽ മോന്തക്കിടി ചവിട്ടി പുറത്താക്കുവര്. That is business.
ഇത്രയും കാലം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണു പൊടിച്ച് കുഴഞ്ഞ സ്വരം കേട്ടിട്ടില്ല. ഇപ്പൊ അതുമായി. എല്ലാ അർത്ഥത്തിലും ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു. ഡേ, ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? എന്റെ മോൻ വിയർപ്പൊഴുക്കി ഊറ്റിയുണ്ടാക്കിയ കാശ, ഒരു കൂര വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാശ. ഇങ്ങനെ പോയ അതെല്ലാം കണ്ണില് മുങ്ങിപ്പോവില്ലേടി? ഇതൊന്നും മാനവനറിയണ്ട. എന്റെ കുഞ്ഞിനിത് സഹിക്കാൻ പറ്റത്തില്ല. ഇതിന് മാത്രം ഞാൻ എന്ത് ദ്രോഹ ചെയ്ത് എന്നെ അങ്ങ് വിളിച്ചൂട് മോളെ. അത്രയ്ക്ക് എന്റെ ഈശ്വരം. എന്റെ മോൻ. മോളെ. ഇനി ഞാൻ എന്തെല്ലാം കാണണം ഈശ്വര. പെൻഷനായപ്പോ കിട്ടിയ പണം മുഴുവൻ വീട് പണി പോലും തുടങ്ങാതെ മനോജിന് കൊടുത്തവനാ ഞാൻ. ആ പണം മുഴുവൻ കുടിച്ചു കൂത്താടി കളയുകയാ. കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് ജോലി ചെയ്തുണ്ടാക്കിയ പണമാ. പണം ഉണ്ടാക്കുന്നവനെ എന്റെ ബുദ്ധിമുട്ടറിയൂ. ഏത് സമയത്താ എനിക്കിത് തോന്നിയതോ എന്തോ ഈശ്വര. അളിയ, വർഷ, വർഷ,
പക്ഷെ ഞാനൊന്ന് പറയട്ടെ. പക്ഷേ എന്നെ ഇത്രയും ഒഴിവാക്കാൻ അവൾക്ക് എങ്ങനെ പറ്റുന്നു? ജയൻ ചേട്ടനും ബന്ധന ചേച്ചിക്കൊപ്പം ഞാൻ നിന്ന് പ്രവർത്തിച്ചത് വർഷയുടെ ഗുണത്തിന് വേണ്ടിയല്ലേ? അവൾ വിതരണം ചെയ്യുന്നത് മയക്കുമരുന്നാണെന്ന് അവളെ ബോധ്യപ്പെടുത്താനല്ലേ? ഒടുവിൽ വിക്രമിൻ്റെ വീട്ടിൽ ചെന്ന് പാക്കറ്റ് പരിശോധിച്ചപ്പോൾ അതും മയക്കുമരുന്നല്ല, വെറും ലാക്ടോസ് പൗഡറാണെന്ന് തെളിയുകയും ചെയ്തു. അതോടെ പദ്ധതി ചീറ്റിപ്പോയി.